അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാണുന്ന രീതി അല്ലേ. ഇതിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇനി നമുക്ക് പറയാനുള്ളത്, ചില സമയത്ത് സാധാരണ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുമ്പോൾ ആനുവലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുക, വർഷത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അഥവാ ഇപ്പോൾ ഒരാൾ 10,000 രൂപ ഇട്ടു. 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക വർഷത്തിൽ 10% ആണെങ്കിൽ, കോമ്പൗണ്ട് ചെയ്യുക വർഷത്തിലാണെങ്കിൽ. ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഇവിടെ എത്ര രൂപയാകും? 11,000 രൂപയാകും. അപ്പോൾ ഇനി 11,000-ൻ്റെ 10%, ഇത് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. ചിലപ്പോൾ ഹാഫ് അഥവാ സെമി ആനുവലി, അഥവാ 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കോമ്പൗണ്ട് ചെയ്യും. അഥവാ ഇപ്പോൾ വർഷത്തിൽ 10% ആണെങ്കിൽ 6 മാസം ആകുമ്പോൾ എത്ര? 5%. ഈ 5% ഇതിലേക്ക് കൂട്ടും. മനസ്സിലായോ? ഈ 5% ഇതിലേക്ക് കൂട്ടും. എത്ര രൂപ ഉണ്ട്? ഇതിൻ്റെ കോമ്പൗണ്ട് ചെയ്യും. വർഷത്തിൽ 10% പലിശ 10% തന്നെയാണ്, പക്ഷെ ഇത് കോമ്പൗണ്ട് ചെയ്യും. കോമ്പൗണ്ട് ചെയ്യാറ് മനസ്സിലായില്ലേ? 10,000 ഉണ്ട്, അതിൻ്റെ നമ്മളെ ക്യാപിറ്റൽ മൂലധനം എന്ത് ചെയ്യും? ആ ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ടാണ് കണക്കാക്കുക. അതിനെ കോമ്പൗണ്ട് എന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 100 ഉറുപ്പ്യ ഇട്ടാൽ, ഇപ്പോൾ എന്തായാലും ചെറിയ 100 ഉറുപ്പ്യ ഇട്ടാൽ 10% പലിശയെങ്കിൽ കോമ്പൗണ്ട് ഈ 6 മാസത്തിലാണെങ്കിൽ 6 മാസമാകുമ്പോൾ 5% പലിശ ഉണ്ടാവില്ലേ? അതുകൂടി ഇതിക്ക് എന്ത് ചെയ്യും? കൂട്ടും. അപ്പോൾ 105 ഉറുപ്പ്യ. ആ 105 ഉറുപ്പ്യൻ്റെ 5% അടുത്ത ഇതിന് കൂട്ടും. അപ്പോൾ ടോട്ടൽ 10 അങ്ങനെ കൂട്ടിപ്പോകും. അപ്പോൾ അങ്ങനത്തെ കണക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ടൈം പീരീഡ് എത്രയായിരിക്കും? അപ്പം ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. 100 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണ്. 10% കോമ്പൗണ്ടഡ് ആനുവലി വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം അല്ലേ, ഒരു വർഷം കൊണ്ട് അവന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഒരു വർഷം 100 × 10 PNR/100 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 10 രൂപയാണ് അവന് കിട്ടുക. ഓക്കെ, അപ്പോൾ അവന് മൊത്തം എമൗണ്ട് എത്ര ഉണ്ടാവും ആ വർഷം? 100 + 10 എത്ര ഉണ്ടാവും? 110 ഉറുപ്പ്യ ഉണ്ടാവും അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഒരു കോമ്പൗണ്ടഡ് ആനുവലാണ്. ഇനി വേറൊരു കണക്ക് നോക്കാം. നേരെ പുറത്ത് കോമ്പൗണ്ടഡ് സെമി ആനുവലി 10% 100 ഉറുപ്പ്യ തന്നെ ഇയാളിട്ട് 10% പലിശയാണുള്ളത്. പക്ഷെ ഇവിടെ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണ്. അല്ലെ ഹാഫ് ഇയർലി, വർഷത്തിൻ്റെ പകുതിയിലാണ് കോമ്പൗണ്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എത്ര എടുക്കുക നമ്മൾ? അത് കാണാൻ, നമ്മൾ ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 6 മാസം കഴിയുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് കാണണം അല്ലേ. ഇൻറ്റു അല്ലേ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ ടൈം പീരീഡ് നമ്മൾ ഇവിടെ എത്ര കൊടുക്കണം? ഒന്നെങ്കിൽ 1/2 കൊടുക്കണം. കാരണം 6 മാസം എന്ന് പറഞ്ഞാൽ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 1 കൊടുത്താൽ മതി. 6 മാസം ആകുമ്പോൾ 1/2 കൊടുക്കണം /100. ഇതാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണാൻ ചെയ്യുക, സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ തന്നെ. അപ്പോൾ എത്ര വരും എമൗണ്ട്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5 ഉറുപ്പ്യ വരും അല്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5 രൂപ ഉണ്ടാവും. ഇത് ചെയ്ത് നോക്കിയാൽ 1000 അല്ലേ. 1000 ഹരിക്കണം 2 500, 500 ഹരിക്കണം 100 5. അപ്പോൾ 5 മൊത്തം എത്ര ഉണ്ടായി? 105 ഉറുപ്പ്യ ഉണ്ട്. അപ്പോൾ 6 മാസം ആകുമ്പോൾ 105. ഇനി ആ 105ൻ്റെ എന്താ കൂട്ടുക? ആ 105 മൂലധനമാക്കി എടുത്ത് അടുത്ത 6 മാസത്തേക്ക്. ആ 105ൻ്റെ 10% അടുത്തേക്ക് കൂട്ടുക. അങ്ങനെയുള്ള ഒരു വർഷം തയ്യാം. അപ്പോൾ എത്ര വരും? 105 × 10. ഇതേപോലെ ഇവിടെ 105 ആവുന്നു മാത്രം അടുത്ത 6 മാസത്തേക്ക്. അപ്പോൾ ഇവിടെ എത്ര വരും? 5.25. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ചെയ്ത് നോക്കി 5. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ വന്നു 105 + 5.25 എത്ര വന്നു? 110.25. ഇത് നമ്മളുടെ മാറ്റം കണ്ടങ്ങൾ. ആ 10% പലിശ കോമ്പൗണ്ടഡ് ആനുവലി ആകുമ്പോൾ 110 ഉറുപ്പ്യ കിട്ടുന്നത്. ഇവിടെ സെമി ആനുവലി ആകുമ്പോൾ 110.25. കുറഞ്ഞ വ്യത്യാസമാണ്. കാരണം 100 ഉറുപ്പ്യ ഇട്ട് കൊടുത്ത വ്യത്യാസം. അപ്പം ലക്ഷങ്ങളും കോടികളും ഇടുമ്പോൾ നല്ല മാറ്റങ്ങൾ അതിലെന്ത് ചെയ്യും? വരും. അപ്പോൾ കോമ്പൗണ്ടഡ് സെമി ആനുവലി എന്താണ്, കോമ്പൗണ്ടഡ് ആനുവലി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടി പറയാം. ആനുവലി എന്ന് പറഞ്ഞാൽ വർഷത്തിലെ കോമ്പൗണ്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത് 110 ആക്കുക വർഷത്തിലൊക്കെ. സെമി ആനുവലി ആകുമ്പോൾ എന്താണ്? 6 മാസം കഴിയുമ്പോൾ എത്ര ഇതുണ്ടാവും? 10%-ന് എത്ര ഉണ്ട്? 5 ഉറുപ്പ്യ. 5 ഉറുപ്പ്യ കൂട്ടി
ശേഷം നീ അടുത്ത 6 മാസത്തേക്ക് ഇപ്പോൾ ജനുവരി 1 മുതൽ അല്ലേ ജൂൺ വരെ അത് 105 റുപ്യ. ജൂൺ മുതൽ ഡിസംബർ വരെ 105ൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിലുള്ള കണക്കുകളിലേക്ക് കടക്കാം. എങ്ങനെ ചെയ്യാന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു ചോദ്യം നോക്കാം. വാട്ട് എമൗണ്ട് ടു ബി റീപെയ്ഡ് ഓൺ എ ലോൺ ഓഫ് 12,000? 12,000 റുപ്യ ലോൺ എടുത്തു. എത്ര വർഷത്തേക്ക്? 1.5 വർഷത്തേക്ക്. വർഷം 1.5. എത്ര ശതമാനം പലിശക്ക്? 10%. ഓക്കെ, 10% ഇൻട്രസ്റ്റ്. ഇത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി കേട്ടോ, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ എന്താ പറഞ്ഞ നമ്മൾ 12,000 രൂപ ഒരാൾ കടമെടുത്ത് എത്ര വർഷത്തേക്ക്? 1.5 വർഷത്തേക്ക്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% അല്ലേ? എങ്കിൽ എത്രയാണ് ഇത് വരിക? എത്രയാണ് നമ്മൾ ഇത് വരിക? എമൗണ്ട് അവൻ കൊടുക്കേണ്ടി വരിക, പലിശ അടക്കം. നമുക്കറിയാം നമ്മൾ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 6 മാസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക? 6 മാസം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇത് കണക്ക് കൂട്ടുക, കോമ്പൗണ്ട് ചെയ്യുക അല്ലേ? 10% പലിശയാണ്. എത്ര വർഷത്തേക്കാണ്? 1.5 വർഷത്തേക്കാണ്. ഇത് ചെയ്യാനുള്ളൊരു സിമ്പിൾ മെത്തേഡ്, ഇവിടെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി അല്ലേ, 6 മാസത്തിലാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, 6 മാസത്തിലാണ് കോമ്പൗണ്ട് ചെയ്യുന്നത് അല്ലേ? ഈ 1.5 വർഷത്തിൽ എത്ര 6 മാസം ഉണ്ട്? 3 6 മാസം അല്ലേ? അപ്പം നമുക്ക് 3 ഹാഫ് ഇയേഴ്സ് ഉണ്ട് ഇതിൽ 1.5 വർഷത്തിൽ അല്ലേ? ഓക്കെ ഇല്ലേ? അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ഇക്വേഷൻ ഒന്നുകൂടി ഓർത്ത് വെക്കുക. എമൗണ്ട് കാണാൻ എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് 1 പ്ലസ് ഇത് ഓർക്കുന്നില്ല നിങ്ങൾ? ഇത് ഓർക്കുന്നില്ലേ? ഇത് ഓർമ്മയിൽ വേണേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് മൊത്തം കാണാനുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, വർഷത്തിൽ 10% പലിശ. അപ്പം 6 മാസമാകുമ്പോൾ എത്ര ശതമാനം പലിശ ഉണ്ടാവും? നേരെ പകുതി ഉണ്ടാവും, 5% പലിശ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്തു? ഈ 1 വർഷം എന്നുള്ള 5% പലിശക്ക് 3 വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ 1.5 വർഷത്തേക്ക് വർഷത്തിൽ 10% എന്ന് പറയുന്നതും 3 അല്ലേ, 3 വർഷത്തേക്ക് വർഷത്തിൽ 5% എന്ന് പറഞ്ഞു സെയിം അല്ലേ? നമ്മളിങ്ങനെ മാറ്റി. അഥവാ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഹാഫ് ഇയർലി, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആയതുകൊണ്ട് നമ്മൾ 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 3 ഉണ്ട്, അതെടുത്തു. അപ്പോൾ 6 മാസമാകുമ്പോൾ എത്ര ശതമാനം പലിശ ഉണ്ടാവുക? 5% പലിശയാണ്. ആ ഇക്വേഷൻ നേരെ അപ്ലൈ ചെയ്യാം. നോക്കേ, പ്രിൻസിപ്പൾ 12,000 ആണ്, അതെടുത്തു. 1 അതങ്ങനെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ 10 എടുക്കൂല, 5 എടുക്കുമ്പോൾ 5 എടുത്തു. കാരണം നമ്മൾ ഇവിടെ നമ്പർ ഓഫ് ടൈംസ്, ഇവിടെ 1.5 വർഷം നമ്മൾ 3 കൊടുക്കും. കാരണം നമ്മൾ 6 മാസത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്താൽ മതി. ഇത് ചെയ്താൽ എങ്ങനെ കിട്ടും? ഞാൻ പറഞ്ഞാൽ 105/100 എന്നുണ്ടാവും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ LCM കാണുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് 105/100 വെട്ടിയാൽ 21/20 എന്നുണ്ടാവും. അങ്ങനെ 3 21/20 ഉണ്ടാവുമല്ലോ അല്ലേ? 3 എണ്ണം ഉണ്ടാവും, കാരണം 3 വട്ടം ഉണ്ട്. 3 വട്ടം ചെയ്യണം. ഓക്കെ, ഈ 0-ന് വെട്ടി, ഈ 0-ന് വെട്ടി, ഈ 0-ന് വെട്ടി അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. 13,891.50 IBs. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് ഇതിൽ മനസ്സിലാക്കേണ്ടത്, ചെയ്യാനെല്ലാവർക്കും കഴിയും, ഇതെടുക്കുന്നതാണ്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആയതുകൊണ്ട് തന്നെ നമ്മൾ 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 3 എണ്ണം, അതെടുത്തു. അങ്ങനെ ആ വർഷത്തിൽ 10% പലിശയാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ എത്ര ഉണ്ടാകും? 5% പലിശ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഇതെടുത്തത്. അപ്പോൾ അവസാനം 12,000 ലോൺ എടുത്താൽ എത്ര കൊടുക്കേണ്ടി വരും? 13,891.50 കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി ഇതുപോലുള്ള വേറൊരു കണക്ക് കൂടി നമുക്ക് നോക്കാം. ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞിട്ടാണ് 10,000 രൂപയാണ് എന്ത് ചെയ്തത്? ഇൻവെസ്റ്റ് ചെയ്തത്. എത്ര അത് ഇൻവെസ്റ്റ് ചെയ്തത്? കടെടുത്തല്ല, 1 വർഷത്തേക്ക്. 1 വർഷവും 3 മാസവും കേട്ടോ. 1 വർഷവും 3 മാസത്തേക്കും. അപ്പോൾ 1 വർഷമുണ്ട്, 1 ഇയർ 3 മന്ത്. ഓക്കെ, അതിനാണ് ഇൻവെസ്റ്റ് ചെയ്തത് 10,000.
ഇതിൻ്റെ എത്രയെന്ന് അറിയോ? പലിശ എത്രയെന്ന് അറിയോ? 8.5%. 8.5%. നമ്മൾ 10, 5 പഠിച്ചു. ഇത് 8.5 വരുന്നത്. അപ്പോൾ 8.5% പലിശക്ക് 1 വർഷത്തേക്കും 3 മാസത്തേക്കുമാണ് നമ്മളിതെടുത്തത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് വെക്കാം അല്ലേ? ഇതിനെ നേരെ നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, 1 വർഷത്തേക്ക് ആദ്യം കാണാം, പിന്നെ 6 മാസത്തേക്ക് കാണാം. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ വേണമെങ്കിൽ കാണാം. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാണാനും പറ്റും. ഓക്കെ, 1.5 വർഷമൊക്കെ വരുമ്പം ആകെ കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 1 വർഷത്തേക്കുള്ളത് കാണാം. ആദ്യം നമ്മൾ ഈ ഇൻട്രസ്റ്റ്, ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്. അതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കുമ്പോൾ എത്ര വരും? 8 × 2 16, 17/2 എന്ന് വരും അല്ലേ? നിങ്ങൾക്കറിയാം. നമ്മൾ 1 വർഷത്തേക്ക് ആദ്യം കാണാം. ഫോർ 1 ഇയർ, 1.25 വർഷമല്ലേ? 1 വർഷത്തേക്ക് ആദ്യം കാണാം. അതാണ് ഇതിൽ ഏറ്റവും ഈസി മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ നമ്പർ ഓഫ് ടൈംസിൻ്റെ അവിടെ ഒരു ഫ്രാക്ഷനൊക്കെ വരും. ഒറ്റ സംഖ്യ അല്ലല്ലോ വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. 1 വർഷത്തേക്ക് നമ്മൾ കാണും. 1 വർഷത്തേക്ക് കാണാൻ എത്രയാണ് ഇക്വേഷൻ? നിങ്ങൾക്ക് അറിയാം, പ്രിൻസിപ്പൽ ബൈ അല്ലേ? ഇവിടെ എത്ര ഉണ്ടാവുക അല്ലേ? അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതിത്തരാം. പ്രിൻസിപ്പൽ നിങ്ങൾക്കറിയാം, 1 + R/100 × n. ഓക്കെ, ഇവിടെ 1000 എഴുതി. ഇവിടെ എത്ര വരുന്നത്? 17 ആണ് വരിക അല്ലേ? ഇവിടെ 17 ആണ്. ഇവിടെ 2ഉം 100ഉം ഉണ്ടാവും. അപ്പോൾ 200 വന്നു. ഓക്കെ, നമ്പർ ഓഫ് ടൈം 1 വർഷത്തേക്കല്ലേ? നമ്മൾ ഇത് കുഴപ്പമില്ല, അതങ്ങനെ എഴുതി വെച്ചാൽ. അപ്പോൾ എന്ത് വന്നു? അപ്പം ഇങ്ങനെ വന്നു. ഇത് മനസ്സിലായല്ലോ? ഇനി 10000 അല്ലേ? ഇവിടെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 217 × 200 എന്ന് വരും. ഇത് നിങ്ങൾ LCM കാണുമ്പോൾ, ഇവിടെ LCM ഇട്ട് ചെയ്ത് കാണുമ്പോൾ അത്ര വരും. അത് നമുക്ക് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് വ്യക്തമാവും. ഓക്കെ, അപ്പോൾ എത്ര വന്നു? ഇത് നമ്മൾ അല്ലേ ഹരിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 10850 കിട്ടും. ഓക്കെ, ഇവിടെ 2 ഉള്ളൂ. 2-നെ നമ്മൾ 217 ഇത് ഹരിക്കുമ്പോൾ എത്ര വന്നു? 21700 വരും. അതിന് 2 കൊണ്ട് ഹരിച്ചാൽ 10850 വന്നു. ഇത് നമ്മൾ 1 വർഷത്തേക്കുള്ളതായി. അപ്പോൾ 1 വർഷത്തേക്ക് എത്രയായി? 10850. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3 മാസം കൂടി ഇല്ലേ? അത് ഇത് പ്രിൻസിപ്പളാക്കി. കാരണം കോമ്പൗണ്ടഡ് ആനുവലി ആണല്ലോ, ആ വർഷത്തിലാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 10850 വെച്ച് നമുക്ക് 1 വർഷത്തോളം കൂടി കാണാം. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടാൽ മതി, കോമ്പൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ അല്ലേ? എന്താണ്? PNR/100 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടാൽ മതി. കാരണം 1 മാസത്തേക്കല്ലോ, ഇനിയിപ്പോൾ എന്തോ ഉള്ളൂ? 1 വർഷത്തേക്കല്ല, 3 മാസത്തേക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടാലും മതി. കാരണം കോമ്പൗണ്ട് ചെയ്യണമെന്നില്ല. കാരണം ഇതിൽ കോമ്പൗണ്ട് വരുന്നില്ല. കാരണം ഇതുകൂടി ഇതിൻ്റെ ഇൻട്രസ്റ്റ് നേരെ ഇതിലേക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? നമ്പർ ഓഫ് ടൈംസ് 1 വർഷം ഉണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. 3 മാസമുള്ളൂ. 3 മാസം എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൻ്റെ 4/1 അല്ലേ? നേരെ 4/1 എഴുതി വെച്ചാൽ മതി. × 10 അല്ലേ? ഇങ്ങനെ വരും. ബൈ അടിയിൽ എന്തുണ്ടാവും? 100 ഉണ്ടാവും. × 2 അല്ലേ? ഈ 2 ഉണ്ടല്ലോ, 17/2 അതും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എത്ര വരും? അല്ലേ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ ഈ ഡിനോമിനേറ്ററിലുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗുണിക്കേണ്ടി വരും. ഓക്കെ, അത് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 1 × 17 ഹരിക്കണം 800 വരും. കാരണം ഇവിടെ 100 × 200, 200 × 800 വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 230.56. നമ്മളിതിനെ വെട്ടി, ഈ ഒരു 0-നെ വെട്ടി, ഇനി നമ്മൾ ചെയ്ത് നോക്കി 230.56. അപ്പോൾ ഇതാണ് ഈ ഒരു 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ മൊത്തം ആദ്യം എത്ര കൊടുത്തിരുന്നത്? 10850 + 230.56. ഇതാണ് ഉണ്ടാവുക. ഇത് രണ്ടും കൂടി നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് മൊത്തം എത്ര വരും?
ടോട്ടൽ ഇൻട്രസ്റ്റ് അത് എത്ര ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക? ഒരു വർഷം ഫസ്റ്റ് വർഷം ഇൻട്രസ്റ്റ് ആയി കിട്ടുക 850. പിന്നത്തെ 3 മാസം ഇൻട്രസ്റ്റ് ആയി കിട്ടുക 230.56. ടോട്ടൽ 1080.56 പലിശ ആയിട്ട് കിട്ടും. ഓന് മൊത്തം കിട്ടുക 10,000 പ്ലസ് നമുക്ക് ഈ ഒരു എമൗണ്ട് ഇടും 11,080.56 ഓനെന്ത് ചെയ്യും ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതൊരു വർഷത്തേക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, പിന്നെ 3 മാസത്തേക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഈ 1.5 വർഷം അല്ലെങ്കിൽ ഒരു വർഷം 1.25 വർഷം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു വർഷം ആദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി കണ്ടിട്ട് പിന്നെ ഈ അര വർഷം അല്ലെങ്കിൽ 6 മാസം ഇതൊക്കെ എന്ത് ചെയ്താൽ മതി, നമുക്ക് സിമ്പിളായിട്ട് എന്തിൽ ചെയ്താൽ മതി, സിമ്പിൾ ഇൻട്രസ്റ്റിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പം അങ്ങനത്തെ കണക്കുകളും വരും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനി ഇതല്ലാത്ത ഈ ബാങ്കിങ് സെക്ടർ അങ്ങനത്തെ മേഖലയല്ലാതെ ചിലപ്പോൾ എന്ത് ചെയ്യും ചില കണക്കുകളും ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ദൈനംദിനം നമുക്ക് അറിയാം ജനസംഖ്യ വർദ്ധിക്കുക കുറയുകയൊക്കെ ചെയ്യും. അതുപോലെ അല്ലേ ഓരോന്നിൻ്റെ വില കൂടുക വർദ്ധിക്കുക ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഒരു പലിശ മാത്രമല്ല നമുക്കത് ചെയ്യാൻ വരാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു നാട്ടിലെ ഒരു സിറ്റിയിലെ ജനസംഖ്യ 20,000 ആയിരുന്നു. 1997 20,000 ആയിരുന്നു. അത് വർദ്ധിക്കുന്നത് എത്രയാണ്? 5% പെർ ആനത്തിലാണ് വർദ്ധിക്കുന്നത്. 5% ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ 2000 ആകുമ്പോൾ എത്ര ജനസംഖ്യ ഉണ്ടാകും? ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. 1997 20,000 ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ, അല്ല ഒരു സിറ്റിയിലെ ജനസംഖ്യ. അത് ഓരോ വർഷവും 5% വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2000 അവസാനത്തിൽ എത്രയായിരിക്കും ജനസംഖ്യ ഉണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുവരെ ചെയ്ത ബാങ്ക് സെക്ടർ രൂപത്തിൽ തന്നെ. കാരണം ഇതെന്താണ് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ജനസംഖ്യ എങ്ങനെയല്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് 100 ആളുണ്ടെങ്കിൽ അടുത്ത വർഷം 105 ആളാവും. ആ 105ൻ്റെ 5% അതിൻ്റെ അടുത്ത വർഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലേ, അതാണ് നമുക്കറിയാം. അപ്പം നമുക്കറിയാം 1990 ഇത് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണണം? നമുക്ക് ഒന്നെങ്കിൽ ഒരു വർഷം ഇങ്ങനെ ചെയ്തു പോകണം. ശരിക്കും ഒരു വർഷം എത്ര കൂടും അല്ലെ? 20,000ൻ്റെ 5% കണ്ടാൽ മറ്റേ കൂട്ടി ഇങ്ങനെ ചെയ്യണം. നമ്മൾ സാധാ പോലെ ചെയ്യണം. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആക്കി നമ്മൾ അല്ലേ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആക്കി കാണുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ ഇക്വേഷൻ? എമൗണ്ട് പ്ലസ് പ്രിൻസിപ്പൽ 1 പ്ലസ് ഞാനല്ലേ ചെയ്യാണ്ടാവുക. ഈ ഇതിൽ നമുക്കിത് ചെയ്തൂടെ? ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. മറ്റേതാകുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. കാരണം 97 എത്ര, 98 എത്ര വരിക, 99 എത്ര വരിക, അതിങ്ങനെ ചെയ്തു പോകണം നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. പ്രിൻസിപ്പൾ അഥവാ തുടക്കത്തിൽ എത്ര ഉള്ളത് 20,000 ആണ് അല്ലേ, അത് നമ്മൾ നേരെ ചെയ്യും. പ്ലസ് പിന്നെ 1 എപ്പോഴും 1 തന്നെ അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ്റെ റേറ്റാണ് 5 അല്ലേ, 5/100. എത്ര വർഷത്തേക്കാണ് നമ്പർ? 97 നമ്മളോട് പറഞ്ഞത്. 97 to 2000 അല്ലേ, എത്ര വർഷമുണ്ട്? അതാണ് നമ്പർ ഓഫ് ടൈംസ്, 3 വർഷമാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം 20,000 നമ്മളിവിടെ LCM കാണുമ്പോൾ 105/100 എന്ന് വരും അല്ലേ. 105/100 എന്ന് പറഞ്ഞാൽ 21/20 എന്നാണ്. അതിനെ 3 വട്ടം എഴുതണം. കാരണം 3 ഉണ്ടല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ആൻസർ നമുക്ക് അറിയാൻ പറ്റും. 23,152.5. അപ്പോൾ ഏകദേശം ഇത്ര പോപ്പുലേഷനാണ് അതിന് വരിക. ഇത് സെയിം ഇക്വേഷനാണ് നമ്മൾ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ്. കാരണം നമുക്ക് മറ്റേ ചെയ്ത് അറിയുന്നതുകൊണ്ട്. ഇനി ഇതേപോലെ ചിലപ്പോൾ പ്രൈസിൻ്റെ ഉണ്ടാവും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു TV എന്ത് ചെയ്തു 21,000 രൂപയ്ക്ക് വാങ്ങി. ഒരു TV കേട്ടോ, 21,000 രൂപയ്ക്ക് ഒരു TV വാങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ TVൻ്റെ വില എന്ത് ചെയ്തു 5% ഇടിഞ്ഞു, കുറഞ്ഞു. ഡിപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില കുറയില്ല സെക്കൻഡ് ഹാൻഡ് സാധനത്തിന്. 5% കുറഞ്ഞു. എങ്കിൽ
ഒരു വർഷം കഴിഞ്ഞാൽ ടി വി വിറ്റാൽ എത്ര ഉറുപ്പ്യ കിട്ടും? ടി വി ബൈക്കൊക്കെ ആക്കാം അല്ലേ? 21,000 രൂപയ്ക്ക് ഒരു ടി വി വാങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ 5% വില ഇടിയാൻ മീൻസ് അതിൻ്റെ ഒരു വർഷം നമ്മൾ യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. അല്ലെ അതിന് കുറേ തേയ്മാനും മറ്റുമൊക്കെ സംഭവിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് 5% വില ഇടിഞ്ഞാൽ അല്ലേ എത്രയായിരിക്കും ഒരു വർഷം കഴിഞ്ഞാൽ അത് കിട്ടുക? ഇത് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഒറ്റ വർഷത്തേക്കുള്ളൂ. നമുക്ക് വളരെ ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PNR/100 എന്നുള്ള ഇക്വേഷൻ ചെയ്യാം. എത്രയാണ് പ്രിൻസിപ്പൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്? 21,000 ആയിരുന്നു. നമ്പർ ഓഫ് ഇയേഴ്സ് ഒരു വർഷത്തേക്ക് അല്ലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5/100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അല്ലേ? നേരങ്ങൾ ചെയ്ത് നോക്കിയത് 2 വെട്ടി 210 × 5 വെക്കും 1050 വരും. ഈ 1050 അപ്പം വില ഇടിഞ്ഞ്. അപ്പോൾ 21,000 ഇവിടെ കുറയ്ക്കാൻ വേണ്ടി 1050, കാരണം ഇത് വില കുറഞ്ഞതല്ലേ. എത്ര വരും? 19,950. മനസ്സിലായോ? ഇത്രയേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത്ര ചെയ്താൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഏത് രൂപത്തിൽ ചെയ്യാം? ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ എക്സസൈസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള ഒന്ന് ചെയ്യാം. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനാണ്. അതിൽ സിയോ ഡിയോ ചെയ്യണം, എയും ബിയും ഏതോ ഒന്ന്. എയും ബിയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്, സിന്നും ഡിന്നും ഇയും ഉണ്ട് അല്ലേ? ആ സി ഡി ഇന്ന് ഏതെങ്കിലും ഒന്ന്. അപ്പോൾ 2 കണക്കായി. ഇനി അടുത്ത് നോക്കാം. കമല ബോറോവുഡ്. കമല എന്ത് ചെയ്തു? കടം വാങ്ങി 26,400 ഒരു ബാങ്കിൽ നിന്ന്. എന്ത്? സ്കൂട്ടർ വാങ്ങാൻ. 15% പെർ ആനം പലിശ. കോമ്പൗണ്ടഡ് ഇയർലി കേട്ടോ. എങ്കിൽ 2 വർഷവും 4 മാസവും കഴിഞ്ഞാൽ ആ ലോണ് ക്ലിയർ ആക്കണമെങ്കിൽ എത്ര ഉറുപ്പ്യ അടയ്ക്കേണ്ടി വരും? അപ്പോൾ 26,400 കടം വാങ്ങിയത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷത്തേക്കുള്ള ആദ്യം നമ്മൾ കോമ്പൗണ്ടായി കാണാം, ശേഷം പിന്നെ 4 മാസം സിമ്പിളായിട്ട് കണ്ടാൽ മതി. മനസ്സിലായോ? അതിലത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 മാസം എന്നുള്ളത് പിന്നെ എന്ത് ചെയ്താൽ മതി, 4/12 ചെയ്ത് നോക്കിയാൽ നമുക്കത് എത്രയാണ് 4 മാസം എന്നുള്ളത്. അതേ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് അപ്പോൾ 2 ചെയ്യണം. ഫെബിന ബോറോസ് 12,500 അറ്റ് റേറ്റ് ഓഫ് 12 പെർ ആനം ഫോർ, അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. അപ്പം 12,500 രൂപ കടം വാങ്ങി 3 വർഷത്തേക്ക്. സിമ്പിൾ ഇൻട്രസ്റ്റിലാട്ടോ. 12% പലിശ. അതേ രാജ എന്ന് പറഞ്ഞ പെണ്ണ് അതേ എമൗണ്ട് എന്ത് ചെയ്തു? 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും കടം വാങ്ങി. ആരായിരിക്കും കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരിക എന്നതാണ് ചോദ്യം. ഓക്കെ, ഇനി അത് ചെയ്യണം. ഇനി 4-ാമത്തെ, ഐ ബോറോവഡ് 12,000 ഫ്രം ജംഷിദ് അറ്റ് 6% സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ 6% പലിശക്ക് 12,000 രൂപ വാങ്ങി. ഞാനത് അല്ലാതെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 6% പലിശക്ക് വാങ്ങിയാൽ ഞാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് വാങ്ങിയിരുന്നെങ്കിൽ എത്ര അധികം പൈസയാണ് ഞാൻ കൊടുക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിൽ കാണാം, പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും കാണാം. ഏതാ കൂടുതൽ പൈസ എക്സ്ട്രാ വരുന്നതെന്നുള്ള, എക്സ്ട്രാ എത്ര പൈസ വരുന്നുള്ളത് കാണാം. ഈ വാസുദേവ് ഇൻവെസ്റ്റഡ് 60,000 വാസുദേവ് ഇൻവെസ്റ്റ് ചെയ്തു അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12 പെർ ആനം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആട്ടോ, ശ്രദ്ധിക്കണം. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. 12% പലിശക്ക് 60,000 കടം വാങ്ങിയാൽ 6 മാസം കഴിഞ്ഞാൽ എത്ര കൊടുക്കാനുണ്ടാകും? 1 വർഷം കഴിഞ്ഞാൽ എത്ര കൊടുക്കാനുണ്ടാകും? ഓക്കെ, അപ്പോൾ രണ്ടും കാണണം. ഇത്ര കണക്കുകൾ ഇന്ന് ചെയ്യുക, ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.